അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ബന്ധപ്പെട്ട ആൾ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ഒരു നോമ്പ് ഖളാ ഉണ്ടായിരുന്നു. ആ നോമ്പ് അദ്ദേഹത്തിന് ഖളാ വീട്ടാൻ ഒരു വർഷക്കാലം സൗകര്യം കിട്ടിയിട്ട് അദ്ദേഹം ഖളാ വീട്ടിയില്ല. രണ്ടാമത്തെ റമദാൻ വന്നതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഉപ്പാക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ട കടമയുണ്ടോ, ബാധ്യതയുണ്ടോ? എന്തെങ്കിലും കടമകൾ ഞങ്ങൾ നിർവഹിച്ചാൽ അതുകൊണ്ട് പ്രതിവിധിയാകുമോ? ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പാക്ക് അത് മതിയാകുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും കേൾക്കാൻ കഴിയുന്ന സംഭവമാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടയും കൂടി ഒരു കാര്യമാണ്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നടന്നു വരുന്ന നമ്മൾക്കൊക്കെ അനുഭവമുള്ള കാര്യമായതുകൊണ്ട് ഈ കാര്യം ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കുകയും വേണം. പണ്ഡിതന്മാർ തത്സംബന്ധമായി പറയുന്നു, മത്ത അഖറ ഖളാ റമളാൻ, റമളാൻ മാസത്തെ നോമ്പിനെ ഖളാ വീട്ടുന്നത് ഒരാൾ പിന്തിക്കുകയും മയത്തമക്കുനിഹി, സൗകര്യം ഉണ്ടായിട്ട് വീണ്ടും അത് പിന്തിച്ചു, ഹത്താ ദഖല ആഖർ, മറ്റേ റമളാൻ പ്രവേശിക്കുന്നത് വരെ ഒരു വർഷം അവന് സമയം കിട്ടിയിട്ട് നോറ്റില്ല, മറ്റേ റമളാൻ പ്രവേശിച്ചാൽ ഫമാത്ത, അവൻ മരിക്കുകയും ചെയ്തു. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ തന്നെ പറയട്ടെ, ഉഖ്രിജ മിൻ തരീഖത്തിഹി കുല്ലി യൗമിൻ മുദ്ദാനി, അവൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് ഇനി 2 മുദ്ദ് ഭക്ഷണം, ഓരോ ദിവസത്തിലും 2 മുദ്ദ് ഭക്ഷണം പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. ഇതാണ് അതിനുള്ള പ്രതിവിധി. എന്തിനാ 2 മുദ്ദ് കൊടുക്കേണ്ടത്? മുദ്ദും ലിൽ ഫവാത്തി, ഒന്ന് നഷ്ടപ്പെട്ടു, നോമ്പ് ഖളാ ആക്കിയില്ലേ, അതിനുള്ളതാണ്. വമുദ്ദുല്ലി തഖീരി, മറ്റേ മുദ്ദോ അത് പിന്തിച്ചു എന്നുള്ളതാണ്. ഒരു വർഷം അവന് ചാൻസ് കിട്ടിയിട്ട് അവൻ ഖളാ കൂട്ടിയില്ലല്ലോ, അങ്ങനെ ചെയ്തതിനാണ് ഒരു മുദ്ദ് കൊടുക്കേണ്ടത്. ഈ 2 മുദ്ദാണ് കൊടുക്കേണ്ടത്. എപ്പോഴാണ് ഇങ്ങനെ കൊടുക്കേണ്ടത്? ഇല്ലം യസും അൻഹു ഖരീബുഹു ഔ മൗദൂനുഹു, അവൻ്റെ കുടുംബക്കാർ അവന് വേണ്ടി നോമ്പ് നോറ്റു എന്നാൽ ഓക്കെ. അയു മൗദൂനുഹു, അല്ലെങ്കിൽ അവർ സമ്മതം കൊടുത്ത ആളുകൾ ഇവന് ഉപ്പാക്ക് വേണ്ടി നോമ്പ് നോറ്റ് വീട്ടിയാൽ ഇനി വിഷയക്കാരൊന്നുമല്ല. അല്ലെങ്കിൽ വൈല്ലാ വജവ മുദ്ദുൻ വാഹിദുൽ തഖീർ, ഇങ്ങനെ ആരെങ്കിലും നോറ്റിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മുദ്ദ് മാത്രമേ വേണ്ടൂ, അത് പിന്തിച്ചുള്ള മുദ്ദ് മാത്രമാണ്. അല്ലാതെ ഇനി 2 മുദ്ദ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അവനെ നോമ്പ് ഖളാ വീട്ടി, അവൻ നോറ്റ് വീട്ടി, അല്ലെങ്കിൽ അവൻ്റെ ബന്ധപ്പെട്ട ആളുകൾ സമ്മതം കൊടുത്ത ആളുകൾ അവർ നോമ്പ് ഖളാ വീട്ടിയതുകൊണ്ട് ഇനി ഒറ്റ മുദ്ദ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ, പിന്തിച്ചതിൽ മാത്രം. അല്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയതിന് ഇനി അവന് വേണ്ടി മുദ്ദ് കൊടുക്കേണ്ടതില്ല. ഇത് നമുക്ക് ഹദീസിൽ പരിശോധിച്ചാൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, മൻ മാത വലൈഹി സൗമുൻ സ്വാമ അൻഹു വലിയുഹു, ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് നോമ്പ് ഖളാ ഉണ്ട്, എന്നാൽ സ്വാമ അൻഹു വലിയുഹു, അവൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ആ നോമ്പ് ഖളാ വീട്ടട്ടെ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ ആ നോമ്പ് അവൻ്റെ ബന്ധപ്പെട്ട ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് നോമ്പ് ഖളാവുകയും അത് വീട്ടാനുള്ള സമയം കിട്ടിയിട്ട് വീട്ടാതിരിക്കുകയും ചെയ്താൽ 2 മുദ്ദ് കൊടുക്കണം. അത് നോമ്പ് നോറ്റ് വീട്ടുന്നുണ്ടെങ്കിൽ 1 മുദ്ദേ കൊടുക്കേണ്ടതുള്ളൂ. ആരാ നോമ്പ് നോറ്റ് വീട്ടേണ്ടത്? അവൻ്റെ ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അവർ സമ്മതം കൊടുത്ത ആളുകൾ. അപ്പോൾ ഇങ്ങനെ പറ്റാവുന്നതാണ്. ഇനിയോ 2 മുദ്ദാണെങ്കിലും കുഴപ്പമില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ മാത വഅലൈഹി സിയാമു ശഹ്രി റമളാന, ഒരാൾ മരിച്ച് അദ്ദേഹത്തിന് റമളാൻ മാസത്തിലെ നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ട്, എന്നാൽ ഫല്യുതിഇം അൻഹു മക്കാന കുല്ലി യൗമിൻ മിസ്കീന, ഓരോ ദിവസത്തിനും ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കണം. ആ രീതി 2 ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ 2 മുദ്ദ് കൊടുത്താൽ മതി. അല്ല നോറ്റ് വീട്ടുകയാണെങ്കിലോ 1 മുദ്ദും കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് നോമ്പ് നോൽക്കാനുള്ള സൗകര്യം കിട്ടിയില്ല. നോമ്പ് റമളാൻ മാസം നോമ്പ് ഖളയാവുകയും അങ്ങനെ നോമ്പ് നോക്കാനുള്ള സൗകര്യം കിട്ടിയില്ലൊരു വർഷം, പല കാരണങ്ങൾ കൊണ്ട് അവന് സാധിച്ചില്ല. എന്നാൽ പിന്നെ ഒരു നോമ്പ് മാത്രമേ അവന് നോറ്റും വീട്ടേണ്ടതുള്ളൂ, 1 മുദ്ദ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. മരണപ്പെട്ടു പോയ ആളുകളല്ലേ, അവർക്ക് 2 ആവാം. ബന്ധപ്പെട്ടവർക്ക് നോമ്പ് നോറ്റ് വീട്ടാം, അല്ലെങ്കിൽ അവന് ഖളാ വീട്ടുന്നതിന് പകരം ഈ മുദ്ദ് ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം. ബന്ധപ്പെട്ട ആളുകൾ നോമ്പ് വീട്ടുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് രണ്ടാലൊരു കാര്യം നിർവഹിക്കൽ ബാധ്യതപ്പെട്ടത് കുടുംബങ്ങൾക്കാണ്. അവൻ്റെ സ്വത്ത് പിന്നീടേ ഓഹരി ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കുറേ ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ട മുദ്ദുകളുള്ള ഒരാളാണെങ്കിൽ ഈ മുദ്ദിനുള്ള ഭക്ഷണത്തിനുള്ള കാശ് ഒഴിവാക്കിയതിന് ശേഷമാണ് ഇവൻ്റെ അനന്തര സ്വത്തുകൾ ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് ഹലാല വഴിയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഹക്കുകൾ ഇവൻ്റെ മുതലുള്ളത് കൊണ്ട് ആ ഹക്കടപാടുകൾ വീട്ടാനാണ്, അതിന് ശേഷമാണ് അവൻ്റെ മുതൽ നമുക്ക്
ജായിസാകുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് നോമ്പുകളുണ്ടെങ്കിൽ അത് ഖളാ വീട്ടാം, അല്ലെങ്കിൽ പല രീതിയിൽ ഈ രീതിയിൽ മുദ്ദ് കൊടുക്കാം, ഭക്ഷണം കൊടുത്ത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് അത് പരിഹരിക്കാവുന്നതാണ്. ഇങ്ങനൊരു കടമ നിർവഹിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. അവനവൻ്റെ വീടുകളിൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അത് നോറ്റുവീട്ടുക. അത് പിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിൽ എത്ര വർഷമാണെങ്കിൽ അതിനനുസരിച്ച് മുദ്ദ് കൊടുക്കുക. ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഒരു ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് കുറേ വർഷങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അതിനനുസരിച്ച് മുദ്ദ് കൂടാറുണ്ട്. ഇദ്ദേഹത്തിന് അത് കൂടില്ല. കാരണം ഈ 2 മുദ്ദന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിലും ഈ 2 മുദ്ദയെ കൊടുക്കണ്ടോ. കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയല്ലോ. ഇനി വർഷം പിന്തിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഉത്തരവാദിയല്ല. ഈ കുടുംബങ്ങൾ നോമ്പ് നോറ്റ് വീട്ടുകയോ അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഈ മുദ്ദ് വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, എന്നാൽ പോലും മുദ്ദിൽ എണ്ണം കൂടില്ല. കാരണം ഇവൻ മരണപ്പെട്ടു പോയി എന്നതാണ് അതിൻ്റെ കാരണം. നേരെ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ വർഷങ്ങളിങ്ങനെ മാറും തോറും മുദ്ദുകളുടെ എണ്ണം കൂടി വരുന്നതിന് ഇവനത് ബാധകമല്ല എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അള്ളാഹു ദീന് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.